പൊട്ടക്കിണറുകളും അബദ്ധസഞ്ചാരങ്ങളും. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ മിക്ക വീടുകളിലും ആൾമറയില്ലാത്ത പൊട്ടക്കിണറുകൾ കാണാറുണ്ട്. ഉപയോഗശൂന്യമായ ഈ കിണറുകളിൽ വീണ് നിരവധി പേർ മരിക്കാറുമുണ്ട്. ഈ മരണങ്ങളെല്ലാം ദുരൂഹ സാഹചര്യത്തിനായതിനാൽ സംശയാസ്പദമായി തീരാറുമുണ്ട്. ഞാൻ ഇത്തരം നിരവധി കേസുകളിൽ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുകയും അന്വേഷണത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മിക്കപ്പോഴും പൊട്ടക്കിണറ്റിൽ വീണ് മരിക്കുന്ന ആളിൻ്റെ മൃതദേഹം അഴുകി ദുർഗന്ധം വമിക്കുമ്പോഴായിരിക്കും കണ്ടെടുക്കുന്നത്. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ശരിയായ മരണകാരണം കണ്ടുപിടിക്കാൻ പലപ്പോഴും ശവത്തിൻ്റെ ജീർണത തടസ്സമാകാറുണ്ട്. മരണകാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാലും കിണറ്റിൽ വീഴാൻ ഇടയായ സാഹചര്യം പലപ്പോഴും ദുരൂഹമായിരിക്കും. അത്തരം മരണങ്ങളിൽ ചിലത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. നാട്ടുമ്പുറങ്ങളിലെ മിക്ക മദ്യഷോപ്പുകളുടെയും സമീപത്ത് ഒരു പൊട്ടക്കിണറുണ്ടായിരിക്കും. മദ്യപിക്കുന്നവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും പതിവാണ്. ചിലപ്പോൾ ചെറിയ അടികലാശങ്ങളും ഉണ്ടാവും. വഴക്ക് കൂടിയവർ നിന്നെ പിന്നെ കണ്ടോളാം എന്ന് വെല്ലുവിളിയോടെ ആയിരിക്കും പിരിയുന്നത്. അതിൽ ഒരാളെ പിന്നീട് കാണാതാകുന്നു. 2 ദിവസം കഴിഞ്ഞ് അയാളുടെ മൃതദേഹം കള്ളുഷാപ്പിനടുത്തേക്കുള്ള പൊട്ടക്കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്നു. പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഉന്മത്താവസ്ഥയിൽ വഴിതെറ്റി പൊട്ടക്കിണറ്റിൽ വീണ് മരിച്ചതാണെങ്കിലും സംഭവം കൊലപാതകമായി മുദ്ര കുത്തപ്പെടും. നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കും. മരിച്ചവനുമായി വഴക്കിട്ടവൻ പ്രതിയായത് തന്നെ. പ്രതിയായില്ലെങ്കിൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നത് തീർച്ച. കേസുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്തവർക്കും പലപ്പോഴും മാനസിക പീഡനം ഏൽക്കേണ്ടി വരുന്നു. ഇത്തരം കേസുകളുടെ അന്വേഷണം നീണ്ടു പോകും. ഒന്നുകിൽ കേസ് തെളിയിക്കപ്പെടേണ്ട പട്ടികയിൽപ്പെടുത്തി അന്വേഷണം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റപ്പെടുകയോ ചെയ്യും. ഇതുകൊണ്ട് സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തികമായ നഷ്ടം വളരെ വലുതാണ്. അന്വേഷണത്തിന് വേണ്ടി ചിലവാക്കുന്ന തുകയും സമയവും വൃഥാവിൽ. ഇത്തരം സംഭവങ്ങൾക്ക് നിരവധി തവണ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന് എനിക്ക് പറയാനുള്ളത് സർക്കാർ ഇത്തരം ഗൗരവത്തോടുകൂടി കാണണം. നാട്ടിൽ ഉപയോഗശൂന്യമായ കിണറുകൾ ഒന്നുകിൽ മൂടാനോ അല്ലെങ്കിൽ ആൾമറ കെട്ടി അപകട സാധ്യത ഇല്ലാതാക്കാനോ വേണ്ട നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. വെള്ളത്തിൽ വീണാൽ വെള്ളം ശ്വാസകോശത്തിൽ കയറി മരണം. ശ്വാസം മുട്ടിയാണ് മരണം സംഭവിക്കുക. ഇത്തരം മരണത്തെ വെറ്റ് ഡ്രൗണിങ് എന്നാണ് പറയുന്നത്. വെറ്റ് ഡ്രൗണിങ്, അതായത് വെള്ളം ശ്വാസകോശത്തിൽ കയറിയല്ല, ശ്വാസം മുട്ടിയാണ് മരിക്കുന്നത്. എന്നാൽ ഒരു ജലാശയത്തിൽ ഉയരത്തിൽ നിന്ന് ശക്തിയോടെ തൂക്കായി വെള്ളത്തിലേക്ക് വീഴുമ്പോൾ വെള്ളം ശ്വാസകോശത്തിലേക്ക് കയറുന്നത് മുമ്പ് തന്നെ മരണം സംഭവിക്കും. വെള്ളം ശക്തിയായി മൂക്കിലൂടെ ശ്വാസക്കുഴലിലേക്ക് കയറുമ്പോൾ ഹൃദയസ്തംഭനം ഉണ്ടാകും. ഇതിന് നമ്മൾ ഡ്രൈ ഡ്രൗണിങ് എന്ന് പറയുന്നു. അതിനാലാണ് നീന്തൽ അറിയാവുന്നവർ പോലും ആഴമുള്ള കിണറ്റിൽ വീണാൽ മരിക്കുന്നത്. കുളത്തിലോ നദിയിലോ മറ്റ് ജലാശയങ്ങളിലോ ആണ് വീഴുന്നതെങ്കിൽ നീന്തൽ അറിയാവുന്ന ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ അബോധാവസ്ഥയിലാണ് വീഴുന്നതെങ്കിൽ മരണം തീർച്ചയായും സംഭവിക്കും. അബോധാവസ്ഥ പല കാരണങ്ങൾ കൊണ്ടാകാം. ചുഴലി മുതലായ രോഗങ്ങൾ, പ്രമേഹ രോഗങ്ങളിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുക, മദ്യം, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുക എന്നിവ ബോധക്ഷയത്തിന് കാരണമാകും. വെള്ളത്തിലേക്ക് വീഴുമ്പോൾ തല എവിടെയെങ്കിലും ശക്തിയോടെ മുട്ടുകയാണെങ്കിൽ ബോധം നഷ്ടപ്പെടാം. അബോധാവസ്ഥയിലായ ആൾക്ക് മരിക്കുവാൻ 3 ഇഞ്ച് മാത്രം ആഴത്തിൽ വെള്ളം മതി. അയാളുടെ മൂക്കും വായും വെള്ളത്തിൽ മുങ്ങിയെന്നിരിക്കണം മാത്രമേ ഉള്ളൂ. മദ്യപിച്ച അബോധാവസ്ഥയിലായ ഒരാൾ അങ്ങനെയാണെങ്കിൽ അയാളുടെ സ്വന്തം ഛർദിയിൽ തന്നെ മുഖം അമർന്ന് മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സംഭവ കഥ വിവരിക്കാം. ഒരിക്കൽ പൊതുകാര്യ പ്രസക്തനായ ഒരാളെ കാണാതെയായി. 2 ദിവസം കഴിഞ്ഞ് അയാളുടെ ശവം അയാളുടെ സ്വന്തം വീട്ടിൽ നിന്നും അകലെ ഒരു പുരയിടത്തിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ കാണപ്പെട്ടു. ജഡം കിണറ്റിൽ നിന്ന് കരയ്ക്കെടുത്ത് പരിശോധിച്ചു. മരിച്ചയാൾ ഷർട്ടും മുണ്ടും ധരിച്ചിരുന്നു. മുണ്ട് മടക്കി കുത്തിയ നിലയിലായിരുന്നു. മുണ്ട് നിവർത്തി നോക്കിയപ്പോൾ അതിനുള്ളിൽ സ്ത്രീകൾ മുണ്ടിനടിയിൽ ധരിക്കുന്ന ഒരു 1.5 മുണ്ട് കാണപ്പെട്ടു. അത് കണ്ടപ്പോൾ ഇൻസ്പെക്ടറുടെ ചുണ്ടിന് കോണിൽ ഒരു മന്ദസ്മിതം. കേസിനൊരു തുമ്പ് കിട്ടിയല്ലോ എന്നായിരുന്നു ആ ചിരിയുടെ അർത്ഥം. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ച ലക്ഷണങ്ങൾ കണ്ടു. ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള ബലപ്രയോഗത്തിന് ലക്ഷണങ്ങളില്ല. വേറൊരു കണ്ടെത്തൽ അയാളുടെ ലിംഗാഗ്ര ചർമ്മത്തിനിടയിൽ മഞ്ഞ നിറത്തിലുള്ള ലിംഗസ്രവം സ്മെഗ്മ ഇല്ലായിരുന്നു എന്നതാണ്. സമീപകാലത്ത് സംഭോഗത്തിൽ ഏർപ്പെട്ടിരിക്കാം എന്ന് സൂചിപ്പിക്കുന്ന ഒരു തെളിവാണിത്. സ്മെഗ്മ. ഈ തെളിവും മടക്കുത്തിനടിയിലെ 1.5 മുണ്ട് കണ്ടെത്തിയതും കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ ഞങ്ങൾക്ക് ചിലത് ഊഹിക്കാൻ തോന്നി. മരിച്ചയാൾ വിവാഹിതനും പ്രായപൂർത്തിയായ മക്കളുള്ളയാളും ആയിരുന്നു. നാട്ടിൽ അയാളെക്കുറിച്ച് നല്ല പേരുമാണ്. യാതൊരു ദുശീലങ്ങളും ഇല്ലാത്തയാൾ. ശവം കാണപ്പെട്ട കിണറ്റിന് സമീപത്തായ ഒരു വീട്ടിൽ മധ്യവയസ്കയായ ഒരു വിധവയായിരുന്നു താമസിച്ചിരുന്നത്. അയൽവാസികളെ കണ്ട് ചോദിച്ച കൂട്ടത്തിൽ ആ സ്ത്രീയെയും ചോദ്യം ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ട മാത്രമേ തന്നെ അവർ പൊട്ടിക്കരഞ്ഞു. അവർ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞതിങ്ങനെ: മരിച്ചയാളും ആ സ്ത്രീയും സഹപാഠികളായിരുന്നു, കമിതാക്കളായിരുന്നു. എന്നാൽ അവരുടെ ബന്ധം സ്കൂൾ ജീവിതം അവസാനിച്ചതോടുകൂടി നിലച്ചു. ഇരുവരും വേർപിരിഞ്ഞു. ആ സ്ത്രീ വൈകാതെ ഒരു അധ്യാപകനെ വിവാഹം കഴിച്ചു. ഒരു കുട്ടിയുണ്ടായി. അധികം വൈകാതെ ഭർത്താവ് അപകടത്തിൽ മരിച്ചു. ഭർത്താവ് മരിച്ചതോടുകൂടി 15 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ
അവസാനിച്ചു പോയ ബന്ധം അവിടെ തുടങ്ങി. എല്ലാ ഒഴിവ് ദിവസങ്ങളിലും സന്ധ്യയ്ക്ക് ആരും കാണാതെ അയാൾ അവളുടെ വീട്ടിലെത്തുകയായിരുന്നു. സംഭവ ദിവസം രാത്രി അയാൾ അവൾക്കൊപ്പം ശയിക്കുമ്പോൾ ആരോ വാതിലിൽ മുട്ടി. അയാൾ ഭയന്ന് വേഗം വസ്ത്രങ്ങൾ ധരിച്ചു. വീടിന് പിന്നിലുള്ള വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. അടുത്ത പുരയിടം കടന്നു വേണം റോഡിലെത്തുവാൻ. നിർഭാഗ്യവശാൽ ആ പുരയിടം മുഴുവൻ മഴ പെയ്ത് വെള്ളം കയറി കിടക്കുകയായിരുന്നു. ആ പുരയിടത്തിലൊരു പൊട്ടക്കിണറുണ്ടെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ അവൾക്കറിയാമായിരുന്നു. ആ വിവരം പറയുന്നതിന് മുന്നോടിയായി അയാൾ പോയി. വാതിൽക്കൽ നിന്ന് അവൾക്ക് അയാൾ നടന്നു പോകുന്നത് കാണാമായിരുന്നു. അല്പം കഴിഞ്ഞ് അയാൾ ഒരു ശബ്ദം കേട്ടു. അയാൾ പൊട്ടക്കിണറ്റിൽ വീഴുന്ന ശബ്ദം. നിസ്സഹായയായി നോക്കി നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. വെപ്രാളത്തിനുള്ളിൽ വസ്ത്രം ധരിച്ചപ്പോൾ കാമിനിയുടെ 1.5 മുണ്ട് തൻ്റെ മുണ്ടിനുള്ളിൽ ചുറ്റിപ്പോയ കാര്യവും അയാൾ അറിഞ്ഞിരുന്നില്ല. ഇതുപോലുള്ള മറ്റൊരു കേസിലും എനിക്ക് പ്രേത പരിശോധന, കൃത്യസ്ഥല പരിശോധനയും നടത്തേണ്ടി വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരനായ ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ മൃതദേഹം അയാളുടെ വീട്ടിനടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ കാണപ്പെട്ടു. ആംഡ് റിസർവ് ക്യാമ്പിൽ താമസിച്ചിരുന്ന അയാൾ വാരാന്ത്യത്തിൽ സ്വന്തം വീട്ടിലേക്ക് എത്തിയതായിരുന്നു. നാട്ടിൽ ചിലരുമായി ശത്രുത ഉണ്ടായിരുന്നതിനാൽ അയാളുടെ മരണം ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്ന് ബന്ധുക്കളും നാട്ടുകാരും ഉറപ്പിച്ചു പറഞ്ഞു. രാത്രി ഉറങ്ങാൻ കിടന്ന അയാളെ നേരം പുലർന്നപ്പോൾ കാണാനില്ലായിരുന്നു. അയാളെ അന്വേഷിച്ച് AR ക്യാമ്പിൽ പോയ ബന്ധുക്കൾക്ക് അയാളെ അവിടെയും ചെന്നിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞു. പല സ്ഥലത്തും അന്വേഷിച്ചെങ്കിലും വിവരം ലഭിച്ചില്ല. പൊട്ടക്കിണറ്റിന് സമയം മണ്ണിടിഞ്ഞ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരാൾ കിണറ്റിലേക്ക് നോക്കിയപ്പോഴാണ് മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടത്. മൃതദേഹം കിണറ്റിൽ നിന്ന് വെളിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ ഷർട്ടും ലുങ്കിയും ധരിച്ചിരുന്നതായി കാണപ്പെട്ടു. അയാളുടെ അണ്ടർവെയർ അരയിൽ തിരികെയിരുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ച ലക്ഷണങ്ങളായിരുന്നു കണ്ടത്. ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള ബലപ്രയോഗങ്ങളും കണ്ടതുമില്ല. അപ്പോഴാണ് മരിച്ച കോൺസ്റ്റബിളിൻ്റെ അടുത്ത സുഹൃത്തായ ഒരു കോൺസ്റ്റബിൾ പറഞ്ഞത്. അയാൾ ഇൻസ്പെക്ടറുടെ മരിച്ചവൻ്റെ ഒരു അവഹിത ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. വീടിനടുത്തുള്ള ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും രാത്രികളിൽ ആരും അറിയാതെ വീട്ടിൽ നിന്നിറങ്ങി പുരയിടത്തിൽ കൂടി നടന്ന ആ സ്ത്രീയുടെ വീട്ടിൽ പോകാറുണ്ടെന്നും സ്നേഹിതനോട് മരിച്ച കോൺസ്റ്റബിൾ പറഞ്ഞിട്ടുണ്ട്. ഭർത്തൃമതിയായ അവരെ പരസ്യമായി ചോദ്യം ചെയ്യുന്നത് പക്വമതിയായ ഇൻസ്പെക്ടർ ഒഴിവാക്കി. ആ കുടുംബം തകരുന്നത് ആ നീതിമാൻ കൂട്ടുനിന്നില്ല. നിയമപരമായി അദ്ദേഹം ചെയ്തതും ശരിയാണ്. ക്രിമിനൽ നടപടി നിയമം 1174 വകുപ്പിനനുസരിച്ച് മരണത്തിൽ ആരുടെയെങ്കിലും കരങ്ങളുണ്ടോ എന്ന് മാത്രമേ കണ്ടുപിടിക്കേണ്ടതായുള്ളൂ. മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കേണ്ടതായില്ല.